കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ മിൻകി ടോണിയോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തത്? ഷേർഖാനോട് കള്ളം പറഞ്ഞിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ കുറുക്കന്റെ ചിന്തകളാണ് അതിന്റെ ബലഹീനത. നമുക്ക് അവന്റെ ബലഹീനതയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാം, ശ്രദ്ധിച്ച് നീ കേൾക്ക്. ഇങ്ങനെ പറഞ്ഞ് ടോണി മിൻകിയോട് എന്ത് കാര്യമാണ് പറഞ്ഞത്? അവർ രണ്ടുപേരും കൂടിന്റെ അടുത്തേക്ക് പോയി. മിണ്ടാതെ ഉറങ്ങി. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. രാവിലെ ആകുമ്പോൾ അവർ മുട്ടയിടും. അവർ പോയതിനു ശേഷം അത് കഴിച്ചിട്ടേ ഞാൻ ഉറങ്ങൂ. ഇത് പറഞ്ഞ് അവൾ കണ്ണടയ്ക്കാതെ ഇരുന്നു. രാവിലെ അവർ കണ്ണു തുറന്നപ്പോൾ മിൻകിക്കൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എഴുന്നേൽക്കൂ, പെട്ടെന്ന്, ഞാൻ മുട്ടയിട്ടു കഴിഞ്ഞു. അയ്യോ, എഴുന്നേൽക്കുവാ. എന്തിനാ അലറുന്നത്? എന്താ പറഞ്ഞത്? മുട്ടയിട്ടിട്ട് വന്നെന്നു. നിങ്ങളുടെ ഐഡിയ വളരെ നല്ലതായിരുന്നു. ഈ മുട്ട ഞാൻ കൂട്ടിലിടാതെ ഗുഹയ്ക്കകത്താ ഇട്ടത്. ഇതുവരെ ആ ഗുഹയ്ക്കകത്ത് നമ്മുടെ 9 മുട്ടകളുണ്ട്. ഞാൻ ഇപ്പോൾ പോയി നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. ഓഹോ, ഇപ്പോൾ ഇവർ ഗുഹയ്ക്കകത്ത് മുട്ടയിടാനായി തുടങ്ങിയോ? 9 മുട്ടയെന്ന് കേട്ടിട്ട് എന്റെ വായിൽ നിന്നും വെള്ളം വരുന്നു. ഇന്നെനിക്ക് ന്യൂ ഇയർ പാർട്ടിയാണെന്നാണ് തോന്നുന്നത്. അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറുക്കനും അവരുടെ പിന്നാലെ പോയി. രണ്ടുപേരും സിംഹത്തിന്റെ ഗുഹയുടെ അകത്തേക്ക് കയറി. കുറുക്കനും ഓടിച്ചാടി പിന്നാലെ പോയി. അയ്യോ, ഇവിടെ നല്ല ഇരുട്ടാണല്ലോ. എവിടെയാ നിങ്ങൾ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇന്ന് നിങ്ങളെ മുഴുവൻ ഞാൻ കഴിക്കും. ആ! അതിന്റെ ശബ്ദം കേട്ട് ഷേർഖാനും അടുത്തേക്ക് വന്നു. ഷേർഖാനെ കണ്ടപ്പോൾ കുറുക്കൻ പേടിച്ച് വിറച്ചു നിന്നു. ഓഹോ, ഇന്ന് നീ എന്നെ തിന്നുമോ? അതും ജീവനോടെ? വാ, നിനക്ക് ഞാനിന്ന് ന്യൂ ഇയർ പാർട്ടി തരാം. അയ്യോ ഷേർഖാൻ, താങ്കളെ ഞാൻ എങ്ങനെ കഴിക്കാനാണ്? അയ്യോ! ഷേർഖാൻ ചാടി വന്നു. അവളുടെ കഴുത്തും ഷേർഖാന്റെ വായിലായി. ഇത് കണ്ട് മിൻകിക്കും ടോണിക്കും ആശ്വാസം ലഭിച്ചു.